KSRTCക്ക് ബിസിനസ് ക്ലാസ് വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പാൻട്രി, ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ബസ്സിലുണ്ടാകും. തിരുവനന്തപുരം കൊച്ചി റൂട്ടിലാക്കും ഈ ബസ്സിന്റെ സർവീസ്. ഈ മാസം 15ഓടെ ബസ് എത്തുമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. 15-ാം തീയതിയോടുകൂടി 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പായി നമുക്ക് ബിസിനസ് ക്ലാസ് ബസ് വരും. വോൾവോയുടെ ബസ്സാണ് വരുന്നത്. അതിൽ പാൻട്രി ഉണ്ട്, അതിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു വണ്ടി കൊച്ചിക്കും പുറപ്പെടും. റോഡ് പണി കഴിഞ്ഞാൽ അത് രാവിലെ തൃശ്ശൂരിൽ പോയി നിൽക്കും. തൃശ്ശൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അത്രയും ദൂരമെങ്കിലും നമ്മൾ കവർ ചെയ്യും. ഏതാണ്ട് 3.5-4 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. എങ്ങും സ്റ്റോപ്പില്ല, മിന്നൽ പോലെയാണ്. ഇവിടെ വിട്ടാൽ ആലപ്പുഴ, ആലപ്പുഴ വിട്ടാൽ കൊല്ലം, കൊല്ലം വിട്ടാൽ തിരുവനന്തപുരം. ആ ബുക്കിംഗ് കംപ്ലീറ്റ് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇതെവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ടോയ്ലറ്റ് അതിനകത്തുണ്ട്. ഫുഡ് നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനകത്ത് മെനു ഉണ്ട്. ആ മെനു നേരത്തെ ഒന്ന് കാണാം. അത് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ ഫുഡും കൂടി, വിമാനത്തിലെ പോലെ ഫുഡും കൂടെ റിസർവ് ചെയ്തിട്ട് കയറാം. ഒരു ചായ കൂടുതലാണ് ഇട്ട് തരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും, ഒരു ലേഡി അതിനകത്തുണ്ടാകും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ്. അതെല്ലാം തിരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. എയർ ഹോസ്റ്റസ് പോലെ ബസ് ഹോസ്റ്റസ് ഉൾപ്പെടെയുള്ള പാൻട്രി സൗകര്യം അടക്കമുള്ള ബസ്സാണ്, ബിസിനസ് ക്ലാസ് ബസ്സാണ് വരുന്നത് നമ്മുടെ KSRTCയിൽ. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. വിഷ്ണു, എങ്ങനെയൊക്കെ KSRTC മാറുന്നു എന്നുള്ളതാണ്. അത് പുത്തൻ ബസ് എന്തെങ്കിലും എത്തുന്നുള്ളതല്ല, ഈ മാസം എത്തുന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അക്ഷയ, അതൊരു പ്രഖ്യാപനം മാത്രമല്ല, അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി അത് പറഞ്ഞുകൊണ്ട് നടത്തിയത്. കാരണം തിരഞ്ഞെടുപ്പൊക്കെയുള്ള വിജ്ഞാപനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാനിരിക്കെ അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഉദ്ഘാടനമായി നടത്താനായി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉദ്ഘാടനം നടത്തുകയാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാലും ബസ് 15-ാം തീയതിയോ 20-ാം തീയതിയോ കൂടി എത്തും. അപ്പോൾ ബസ് എത്തിക്കഴിഞ്ഞാൽ താൻ തന്നെ ബസ് ഓടിച്ചു നോക്കിക്കൊണ്ട് അതിൻ്റെ തുടർ ദിവസങ്ങളിൽ ആ ബസ്സിൻ്റെ സർവീസ് ആരംഭിക്കുമെന്നുള്ളൊരു വിവരമാണ് മന്ത്രി പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം KSRTCയെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കെ.ബി. ഗണേഷ് കുമാർ. അതിൻ്റെ ഡിസൈനിലടക്കം നേരിട്ട് പങ്കാളിയായിക്കൊണ്ടുള്ള വലിയ മാറ്റങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് ക്ലാസ് നിലയിലുള്ള ഒരു ബസ് KSRTCക്ക് സ്വന്തമായി വരുന്നത്. ഈ മാസം 15 അതുപോലെ 20 തീയതിക്കുള്ളിൽ തന്നെ ബസ് വരുമെന്നുള്ളതാണ് പറയുന്നത്. AC ബസ്സായിരിക്കും, പൂർണ്ണമായി ശീതീകരിച്ച ബസ്സായിരിക്കും. അത് വോൾവോ കമ്പനിയാണ് ബസ് പുറത്തിറക്കുക. അതിനായി ബന്ധപ്പെട്ട ബസ്സിൻ്റെ നിറങ്ങളിലടക്കമുള്ള കാര്യങ്ങൾ, അത് നിറം തിരഞ്ഞെടുക്കുന്നതായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ അവസാനവട്ട ഒരു ചർച്ചയിലാണ്. അതിൻ്റെ നിറങ്ങളടക്കമുള്ളവ MD-യോടും മറ്റും അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ അടിച്ചുകൊണ്ടായിരിക്കും ആ ബസ് വരിക എന്നാണ് മന്ത്രി പറയുന്നത്. തൃശ്ശൂർ മുതൽ, ആദ്യഘട്ടത്തിൽ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയായിരിക്കും ബസ് സർവീസ്. അത് ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ്, എറണാകുളം വിട്ട് കഴിഞ്ഞാൽ ആലപ്പുഴ, അത് കഴിഞ്ഞ് കൊല്ലം, അങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ സ്റ്റോപ്പുള്ള മിന്നൽ സർവീസ് പോലെയുള്ള ഒരു സർവീസായിരിക്കും ഈ ബസ് ഉണ്ടാവുക. ആ ബസ്സിൽ തന്നെ യാത്രികരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഭക്ഷണ സൗകര്യം ഉണ്ടാവും. അതുപോലെ ടോയ്ലറ്റിനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള ഒരു ബസ്സാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ദേ ഭാരതിലൊക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് അവിടെ ഫുഡിൻ്റെ ഒരു മെനു ഉണ്ടാവും. ആ മെനുവിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, ഇന്ന ഭക്ഷണം വേണമെന്ന് പറയാം. അതനുസരിച്ച് ആ ബസ് യാത്ര പുറപ്പെടും മുമ്പ് അതിൻ്റെ ബസ്സിൽ ആ ഒരു ഭക്ഷണം എല്ലാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് നമുക്ക് യാത്രയുടെ ഇടയിൽ ആ ബസ് ഹോസ്റ്റസ് ആയിട്ടുള്ള ആൾ നമുക്ക് ഭക്ഷണം തരും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ബസ്സിലുണ്ടാവുക കണ്ടക്ടർ അല്ല, പകരം ബസ് പൂർണ്ണമായും നേരത്തെ കൂട്ടി റിസർവ് ചെയ്തായിരിക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിൽ കണ്ടക്ടർ ഉണ്ടാവില്ല. ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവറും അതുപോലെ തന്നെ ബസ് ഹോസ്റ്റസുമായിരിക്കും. ഇതുവരെ ഇല്ലാത്ത ഒരു സംരംഭമാണ് ഇപ്പോൾ നമുക്ക് വിമാനത്തിലൊക്കെ ഉള്ള പോലെ എയർ ഹോസ്റ്റസ് പോലെയുള്ള ഒരു മാതൃകയാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ വരുന്ന KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഹോസ്റ്റസ് ആയിട്ടുള്ള ആളുകൾ, ബസ് ഹോസ്റ്റസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അയാളായിരിക്കും നമ്മളെ ബസ്സിലോട്ട് സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പാക്കി നമ്മുടെ ഇടത്തോട്ട് കൊണ്ടുതരുന്നത് ബസ് ഹോസ്റ്റസ് ആയിരിക്കും. ഏതായാലും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ KSRTC മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ആനവണ്ടി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ KSRTC എന്ന് പറയുമ്പോൾ ഇങ്ങനെ